മുച്ചിറിയാണ് ഞാൻ പൈസ ഏൽപ്പിച്ചിരുന്നത്. സൂര്യബോസ് ചന്ദ്രന്റെ മോൻ. സൂര്യബോസ് ഗണ്ടി നടത്തുന്നുള്ള ന്യൂസ് വന്നു. ന്യൂസ് അല്ല, മിസ്റ്റർ എക്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഓപ്ഷന് പോയായിരുന്നു. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം, അതായത് സാധാരണ മിസ്റ്റർ എക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു ഗ്യാങ് ആയിട്ട്, നമ്മൾ ടീമായിട്ട്, ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. നിങ്ങൾക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാരുള്ളതുപോലെ നമുക്കും നമ്മളൊരു ഫാമിലി പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷന് പോയ സമയത്ത് നമുക്ക് അകത്ത് ഒറ്റയ്ക്ക് അവന് പോയി ഇരുന്ന് ഇത് ചെയ്യാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കൂടെ രണ്ടുപേരെയും കൂടെ, നമുക്കൊരു വേണ്ടപ്പെട്ട രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഐ ഡി കാർഡിൻ്റെ കാര്യം കുറച്ച് ലാസ്റ്റ് മിനിറ്റിൽ അവിടെ എത്തിയത്. അപ്പോൾ ഐ ഡി കാർഡിൻ്റെ കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഐ ഡി കാർഡിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ രണ്ടുപേരും ഐ ഡി കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഐ ഡി കാർഡ് മറന്നു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കേട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പി ഡിയുടെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടാണ് പി ഡിയുടെ സൈഡിൽ നിന്നൊരു ഇത് വന്നത്. നമുക്ക് ഓപ്ഷൻ അതിനകത്ത് ഡിലേ ആവുന്നു. അപ്പോൾ നമ്മൾ 2 പമ്പ്, നിങ്ങളുടെ അതിനകത്തുനിന്ന് ഏകദേശം 2 പമ്പാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല എമൗണ്ട് ഞങ്ങളവിടെ സ്പെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് 2 പേരെ കൂടെ അവന് കാരണം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഇതാക്കാനും ഞങ്ങൾ വേറൊരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഒരു പമ്പ് മേടിച്ചത്. അപ്പോൾ നമുക്ക് അവനൊറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഏൽപ്പിച്ചത്. അപ്പോൾ ബാക്കി ബാലൻസും കാര്യങ്ങളൊക്കെ കൂടെ വന്ന ആൾക്കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവനുമായിട്ടൂടെ ഡിസ്കസ് ചെയ്ത് വേണമെന്ന് ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അകത്തോട്ട് ആളെ കൊണ്ടുവന്നത് മണ്ടേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പി ഡിയോട് പറഞ്ഞിട്ട്, പി ഡിയുടെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ട് പി ഡി അത് കേട്ടില്ല. പി ഡിക്ക് സോറി അപ്പോൾ പി ഡിയുടെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് അത് പറഞ്ഞിട്ടും അത് പി ഡി കേട്ടില്ല. അത് ചെയ്യാനുള്ളൊരു അന്നേരമാണ് ഇത് പോയി പറയണത് പോലെ ഇവർ തമ്മിലൊരു കോൺവെർസേഷനായി. പി ഡിയും ചന്ദ്രനും തമ്മിൽ ഒരു കോൺവെർസേഷനായി. അവിടെ ആ കോൺവെർസേഷനിൽ പെട്ടെന്നൊരു പി ഡിയുടെ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവൻ്റെ വണ്ടിയിൽ ഇടിക്കുകയും ചെയ്തു. ഇടിച്ചപ്പോഴത്തേക്കിന് ഇവൻ എന്താണ് കാണിക്കുന്നത് സാർ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ചോദിച്ച സമയത്ത് അവരുടെ സൈഡിൽ നിന്ന് വന്ന റെസ്പോൺസ് മോശമായതുകൊണ്ട് ഇവൻ്റെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചാൽ. അവൻ്റെ ഒരു മോഡിഫൈഡ് കാറാണ് മിസ്റ്റർ എക്സ്. സിറ്റിയിൽ ആരുടെയും കയ്യിലില്ല. അതിൻ്റെ പാർട്സൊക്കെ കുറച്ച് റെയർ അവൈലബിലിറ്റി ആണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത പാർട്സാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് സിറ്റിയിൽ കൊണ്ടുവന്ന വണ്ടിയാണ് അത്. അപ്പോൾ ആ പാർട്സ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടിക്ക് അത് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ അത്രയും പൈസ മുടക്കിയാണ് അത് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പി ഡിയോട് നമ്മൾ ഡിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണം, ഇത് റിപ്പയർ ചെയ്യാനുള്ള പൈസ വേണം, നിങ്ങളത് തരണം, ഒരാവശ്യമില്ലാതാണ് വണ്ടി കൊണ്ട് ഇടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി കൊണ്ട് ഇടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പി ഡിയുടെ സൈഡിൽ നിന്ന് പൈസയൊന്നും തരാൻ പറ്റത്തില്ല, നിനക്കൊക്കെ വേണമെങ്കിൽ അവിടെ വന്ന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ട്രിഗർ ചെയ്യുന്ന രീതിയിലത്തെ സിറ്റുവേഷനിലോട്ട് അത് പൊക്കോണ്ടിരുന്നു. അപ്പം ഞങ്ങൾ സാർ ഞങ്ങളുടെ മിസ്റ്റർ എക്സ് കേജിന് അറിയാം ഓൾറെഡി. കേജിൻ്റെ അടുത്ത് നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വണ്ടി പ്രാന്തന്മാരാണ്. നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രാന്തമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഈ മോഡിഫൈഡ് കാർസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടു നടക്കുന്ന ടീംസാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും തൊട്ട് കളിച്ചാലും ഒരു പ്രശ്നമില്ല. അതിപ്പോൾ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ അവിടെ വെച്ച് അടിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഐ ഡി കാർഡിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ പേരിലെ തർക്കത്തിൽ അത് അടിച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരമാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോയി എടുത്ത് ഫയർ ചെയ്യണത്. അത് ജസ്റ്റ് ആൾക്കാരെ ഫയർ ചെയ്തില്ല, അവൻ്റെ വണ്ടി നശിപ്പിച്ചുകൊണ്ട് അവൻ തിരിച്ച് നേരെ അവരുടെ വണ്ടിയുടെ ടയറിന് വെടിവെച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഈ നേരെ വന്ന് ഗണ്ണെടുത്ത് അല്ലെങ്കിൽ അവരുമായിട്ടൊരു കോൺവെർസേഷനായി വെടിവെക്കും അല്ലായിരുന്നു അത്. മിസ്റ്റർ എക്സ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഇവൻ്റെ ആ വണ്ടിയുടെ ലോഞ്ചും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങളൊരു വലിയൊരു ഇവൻ്റായിട്ട് നടത്തിയായിരുന്നു ഇവിടെ. അങ്ങനെ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ബമ്പറും അതുമെല്ലാം അടിച്ച് നശിപ്പിച്ച് കണ്ടപ്പോൾ ഉള്ള ഒരു ഇതാണ് നിങ്ങളവിടെ കണ്ടത് ശരിക്കും. നിങ്ങളവിടെ വന്ന് ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ മൾട്ടിപ്പിൾ ആൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ കൂടി രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് പേജ് പറഞ്ഞാൽ മതി. സംഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒരാളുടെ പേജേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പി ഡിക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അറിയാതിരിക്കും, നിങ്ങൾ 2 ഓപ്ഷൻ പങ്കെടുത്തല്ലേ. ഓക്കെ, അപ്പോൾ ആ രജിസ്ട്രേഷൻ ലിസ്റ്റ് നമ്മളോട് ഫോർവേഡ് ചെയ്യുന്നു. ആ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ പി ഡി ഒബ്വിയസ്ലി ബ്ലോക്ക് ചെയ്യും. വണ്ടി പിറ്റ്
അല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് അവൻ ഒറ്റയ്ക്ക് വരാനാണ് ആദ്യം വരുന്നത്. കാരണം എസ് പമ്പിന്റെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ മിസ്റ്റർ എക്സേ. അതായത് എസ് പമ്പും ഉണ്ടായിരുന്നു, മുതുക്കിലെ പമ്പും ഉണ്ടായിരുന്നു. കേക്കാവോ? ഹലോ, ഇത് മറ്റേ പമ്പ് ഇത് 794 പമ്പും മറ്റേ പമ്പാണ്. അത് രണ്ടും വിളിക്കാണ്. ഏത് പമ്പ് വിളിക്കാൻ പോയപ്പോഴാണ് ഇത് ഉണ്ടായത്? എസ് പമ്പും പിന്നെ നമ്മുടെ സിറ്റിക്കകത്ത് വേറെ പമ്പും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ എസ് പമ്പ് ആണ് ആക്ച്വലി ഇവൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോണ്ടിരുന്ന എസ് പമ്പ് ആയിരുന്നു. അപ്പൊ എസ് പമ്പിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് അവൻ പോയത്. അപ്പൊ ഒരു പമ്പും കൂടി ഉള്ളത് കൊണ്ടാണ് വേറെ ഒരാളെയും കൂടി ഇൻവോൾവ്. കാരണം നമ്മള് സിറ്റിയിൽ കുറച്ച് ആൾക്കാരായിട്ട് പാർട്ട്ണർഷിപ്പ് വൈസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു എമൗണ്ട് ഈ പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് വരാനും പറ്റിയില്ല. ഞാനപ്പോൾ ഇവന്റെ കൂടെ വന്ന മുച്ചിറിയാണ് ഞാൻ പൈസ ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് മുച്ചിറിയുടെ കയ്യിൽ പൈസയുടെ കാര്യം ഡീറ്റെയിൽസ് എല്ലാം മുച്ചിറിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ ഒരു ഇൻഫോയും ഇവനില്ല. അപ്പൊ എത്ര വിളിക്കണം, എത്ര പറയണം എന്നൊക്കെ മുച്ചിറിക്ക് മാത്രമേ ഇൻഫോ ഉള്ളൂ. അപ്പോൾ ഇവ ഒറ്റയ്ക്ക് അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചത് കൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ വരാനിരുന്നതാണ് ശരിക്കും പറഞ്ഞത്. അപ്പം എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ആളെ ചേഞ്ച് ചെയ്യേണ്ട വന്നത്. അതുകൊണ്ടാണ് നേരത്തെ അറിയിക്കാൻ പറ്റാതെ പോയത്, വിളിച്ചു പറയാൻ പറ്റാതെ പോയത്. ലാസ്റ്റ് മിനിറ്റിൽ എടുത്ത ഡിസിഷൻ ആണ്. എന്നാലും നമ്മൾ ബട്ടിൽ നമ്മൾ കുറച്ച് കാര്യത്തോടെയാണ് പീഡിയുടെ അടുത്ത് സംസാരിച്ചത് മിസ്റ്റർ എക്സേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അലീന ഓൾറെഡി മുച്ചിരിയാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഐഡി കാർഡ് ഉണ്ടായിരുന്നു. ഐഡി കാർഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയില് നിങ്ങളുടെ ഫാമിലി വണ്ടി ഫാമിലി ഡ്രസ് ഇഷ്യൂ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഒബ്വിയസ്ലി നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ടാണ് അല്ലേ? മനസ്സിലായില്ല. നമുക്ക് സിറ്റി നമ്മള് ഇപ്പൊ മിസ്റ്റേക്സ് പരിപാടി കണ്ടക്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾ ഗ്യാങ് ഡ്രസ്സിലും ഗ്യാങ് വണ്ടിയിലും വന്നിട്ട് ഗ്യാങ് വണ്ടിയിലല്ലായിരുന്നു ഗ്യാങ് ഡ്രസ് ഇല്ലായിരുന്നോ? ഇല്ല ഇല്ല അല്ലേ? ഗ്യാങ് ഡ്രസ്സിലും അല്ലായിരുന്നു, ഗ്യാങ് വണ്ടിയിലും അല്ലായിരുന്നു. ജസ്റ്റ് മിനിറ്റ്. ഗ്യാങ് വണ്ടിയിൽ ഗ്യാങ് ഡ്രസ്സിലായിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫോ. ഗ്യാങ് ഡ്രസ്സിലായിരുന്നു ചന്ദ്ര? നീ അല്ലല്ലോ. ഗ്യാങ് ഡ്രസ് അല്ല. ചന്ദ്ര അല്ല മുച്ചിരി. ഗ്യാങ് ഡ്രസ് അല്ല. പറ്റില്ല. ഓക്കെ, സോ എനിക്ക് കിട്ടിയ ഇൻഫോ ഇതായിരുന്നു. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഗ്യാങ് ഡ്രസ്സ്, അതായത് നിങ്ങളുടെ പ്രീമിയം നിങ്ങളുടെ എന്താ പറയുക, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ വെഹിക്കിളോ യൂസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ വിശ്രക്സിന്റെ ആദ്യമേ പറഞ്ഞില്ലേ, ഇവന്റെ ഒരു മോഡിഫൈഡ് കസ്റ്റം പ്രീമിയം വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയിലാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞല്ല. ഓൾറെഡി PD കേസായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമുക്കൊരു മുച്ചിരി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മുച്ചിരി ഗ്യാങ് വണ്ടി എടുത്തിട്ടാണ് അവിടെ വന്നതെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കറക്റ്റായിട്ട് ഓർമ്മയില്ല അവിടെ. അതായത് സിറ്റുവേഷനിൽ ഞാനും അതിന്റെ മാത്രമാണ് അവിടെ സ്പോട്ടിൽ വന്നത്. ഞാൻ പറഞ്ഞില്ല, ആ രണ്ടാമത്തെ പമ്പിന്റെ പൈസ മുച്ചിരി ഏൽപ്പിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടാണെന്ന് മിസ്റ്റർ എക്സ്. അപ്പൊ അവൻ ഇവരവിടെ ചെന്നെന്ന് അറിഞ്ഞുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ അവൻ സെപ്പറേറ്റ് ആയിട്ടാ വന്നത്. ഇവര് നോർമൽ വണ്ടിയിലും നോർമൽ ഡ്രസ്സും ആയിട്ടിരുന്നു. നോർമൽ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാൾ നിങ്ങളുടെ ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വെഹിക്കിൾ എടുത്താ വന്നിട്ടുണ്ടായിരുന്നു. ഗ്യാങ് ഡ്രസ് അല്ലായിരുന്നു, ഗ്യാങ് വെഹിക്കിൾ എടുത്താ വന്നതെന്ന് തോന്നുന്നു. എനിക്കൊന്ന് റേഡിയോ കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നാൽ ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. താങ്ക് യു. മുച്ചിരി, ഹലോ കേക്കാവോ? എടാ മുച്ചിരി കേക്കാവോ? എടാ, നീ കഴിഞ്ഞ ദിവസം ഓപ്ഷന് പോയില്ലേ? ചന്ദ്രന്റെ കൂടെ മറ്റേ PD ആയിട്ട് സിറ്റുവേഷൻ അന്ന് ഓപ്ഷന് പോയതിന്റെ നീ ഗ്യാങ് ഡ്രസ് ഇട്ടാണോ പോയത് അവിടെ? ഗ്യാങ് വെഹിക്കിളിലാണോ പോയത്? അങ്ങോട്ട് പോയത് ഗ്യാങ് വെഹിക്കിളിലാണ്. മൂലക്ക് ബച്ചിന് പോരുന്നു. പിന്നെ ചന്ദ്രന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവരാൻ അറിഞ്ഞൂടാ അല്ലേ? ചന്ദ്ര കയറ്റിക്കൊണ്ടുപോയി എന്നെ. മൂന്നാളും ഡ്രസ് ഗ്യാങ് ഡ്രസ് അല്ലായിരുന്നു. ഗ്യാങ് വെഹിക്കിളാണ് മുച്ചിരി വന്നത്. ഗ്യാങ് വെഹിക്കിളാണ് മിസ്റ്റർ എക്സ്. അതെ, മുച്ചിരി വന്നത് ഗ്യാങ് വെഹിക്കിളാണ്. അവൻ കൊണ്ടുപോയി അവിടെ ബാക്കിൽ പാർക്ക് ചെയ്തു. പക്ഷെ അവൻ വെടിയൊന്നും വെച്ചിട്ടില്ല. ഇതില് ആരുടെ പേര് രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു? രജിസ്ട്രേഷനില് എന്റെ പേരുണ്ടായിരുന്നു. നിങ്ങളല്ലേ PDക്ക് ഇത് ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ രജിസ്ട്രേഷൻ? ഓക്കെ, കൺഫേം. ഓക്കെ,
അലീനയുടെ ഇല്ലടാ. റിക്വസ്റ്റ് ഞാൻ കണ്ടിരുന്നു യെല്ലോ പേജിൽ. ഉം. ഓപ്ഷന് വേണ്ടി നമ്പർ ഡ്രോപ്പ് ഞാൻ കണ്ടിരുന്നു. ആൻഡ് ചന്ദ്രൻ ഞാൻ കണ്ടില്ല. ഞാൻ ഉണ്ട്. ഉണ്ടായിരുന്നോ? ഈ ഇടയ്ക്കാണല്ലേ ഈ ആർപിക്ക് ഇത്രയും ക്രിറ്റിസിസം വരുന്നത്. ഇറ്റ്സ് ഓക്കെ ഫൈൻ. നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ വന്നത് അതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ നിർത്തിക്കോളൂ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ജോണല്ലേ? ഉണ്ടായിരുന്നു. അലീന ജോൺ ഉണ്ട് 45. ഓക്കെ. അപ്പോൾ മുച്ചിയുടെ കേസ് മുച്ചി മാത്രമാണ് അവിടെ ഐ ഡി കാർഡിലാണ്ട് വന്നത്, കേറ്റിലാന്ന് പറഞ്ഞത് അല്ലേ? അലീനയുടെ കയ്യിലും ID കാർഡ് ഇല്ലായിരുന്നു. അല്ല, അലീനക്ക് മുച്ചിക്ക് ഉണ്ടായിരുന്നു. ഐ ഡി കാർഡ് ഇല്ലായിരുന്നു, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. ചന്ദ്രബോസിന്റെ ഉണ്ടെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഓക്കെ. പക്ഷേ ഞാൻ അത് പീരീഡ് സംസാരിക്കാം. പക്ഷെ ഇത് ഒന്ന് കെയർ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ എത്ര ട്രിക്കായി കഴിഞ്ഞാലും നമ്മളൊരു ഈവന്റ് നടത്തുന്നിടത്ത് വന്നിട്ട് അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ആൻസറുകളാണ്. മിസ്റ്റർ എക്സ്, ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പി ഡിയിൽ കയറുന്ന കുറേ ആൾക്കാർക്ക്, അതായത് ഇപ്പൊ പി ഡിയിൽ പുതിയതായിട്ട് ജോലി വാങ്ങിച്ച കുറച്ച് പേരുണ്ട്. അത് ഇതിനു മുമ്പ് നമുക്ക് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന, സിറ്റിയിൽ പ്രശ്നം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പി ഡിയിൽ ജോലി കിട്ടി കയറിയിട്ടുണ്ട്. അവര് നമ്മളുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പോലും ട്രൈ ചെയ്യാറില്ല പലവട്ടം. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഒരുമാതിരി ഒരു ഊക്കുന്ന താറ്റുന്ന രീതിയിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. ഇത് മെയിനായിട്ട് ട്രിഗർ ആവാനുള്ള മെയിൻ കാരണം പോലും അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഈ റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ പി ഡി ആയിട്ട് നടക്കുന്നുണ്ട്. വേറെ കേസുകളുണ്ട് വസു. അതായത് എനിക്ക് കിട്ടിയ ലൈക്ക് റീസെൻ്റ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു, കുറച്ച് ഗൺസിന്റെ കേസിൽ നിങ്ങളുടെ ഏതോ ഒരു മെമ്പറിനെ പിടിച്ചു എന്നൊക്കെ ന്യൂസ് എനിക്ക് പി ഡി കാശ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടത്തില് നീഗൻ എന്ന് പറഞ്ഞിട്ടൊരു മെമ്പർ ഉണ്ടായി. സോ നീഗന്റെ കയ്യിൽ നിന്നാണ് പി ഡിയുടെ കയ്യിൽ 7 ഗണ്ണ് കിട്ടിയത്. ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടാണ്. ഞാൻ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലെ വിറ്റ കേസ് അല്ല അത് അങ്ങനെ കൺവേർട്ട് ചെയ്ത് അല്ല. അതെ. അത് അവൻ കൺസൈൻമെന്റ് കണ്ണ് എനിക്ക് എടുത്ത വഴിക്ക് അവന്റെ ബോധം ഒന്ന് പോയായിരുന്നു എടുത്ത സമയത്ത്. ആ സമയത്ത് അവൻ അറിഞ്ഞില്ല കണ്ണ് കയ്യിലുള്ള കാര്യം. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു പ്രശ്നമായ സമയത്ത് അവൻ കൈ കണ്ണുണ്ടെന്നുള്ള കാര്യം ഓർത്തില്ല. അന്നേരം പി ഡി അവനെ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് അവന്റെ കോൺവെസ്റ്റിഗേറ്റ് ചെയ്യണത്. കൺസൈൻമെന്റ് നിങ്ങളുടെ കൺസൈൻമെന്റ് ലോറി നമ്മുടെ ഗ്യാങ് ഹൗസിൽ എത്തിയതിനു ശേഷം നമ്മൾ ലോക്കറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഏകദേശം ഒരു 10-12 കണ്ണ് അവൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബോധം പോയി. പെട്ടെന്ന് അപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിന്ന് പറഞ്ഞ് അവന് ബോധം വന്നപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രൻ അവനെ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ആ ധൃതിയിൽ അതെടുത്ത് ലോക്കറി വെക്കാതെ, ഇവർ രണ്ടും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാ. അതായത് ഇവർ എന്തുണ്ടെങ്കിലും അങ്ങ് ഒരുമിച്ചായിരിക്കും ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവൻ എന്തോ ഇത് പറ്റിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് റേഡിയോയിൽ കോള് വന്നപ്പം അവനത് എടുത്ത് വെക്കാതെ അതും കൊണ്ട് നേരെ പി ഡിയുടെ അവിടോട്ട് പോയി. അപ്പോൾ അവര് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവിടെ ഒരു ഗൺ ഫൈറ്റ് ആവുമെന്നുള്ളൊരു കാര്യം ഓർത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇതായപ്പോൾ പി ഡി പിടിച്ചപ്പം ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെന്ററിയിലുള്ള അവൻ്റെ കയ്യിൽ ഇരുന്ന ഗണ്ണ് പി ഡി കണ്ട്. അത് വിൽക്കാനും ഇതാക്കാനും കൊണ്ടുപോയതല്ല. അങ്ങോട്ട് എടുത്തു വെച്ചിരുന്ന ഗണ്ണ്. കാരണം നമ്മൾ കുറച്ചുപേര് ഇനാക്റ്റീവ് ആയതുകൊണ്ട് നീഗനെ ആയിരുന്നു ചന്ദ്രൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. ആ സമയത്ത് അത് എടുത്തു വെക്കാനും പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇൻബിറ്റ്വീൻ ആയിട്ട് സഡനായിട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ പോയി ഇതായി പോയതാ. അത് ഞങ്ങൾ പി ഡി എടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞായിരുന്നു. ആ സീരിയൽ നമ്പേഴ്സ് ക്രോസ് ചെക്ക് ചെയ്താൽ മിസ്റ്റർ എക്സിന് മനസ്സിലാവും ഞങ്ങളുടെ ഗൺസ് തന്നെയാണത്. അത് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് പി ഡി അടുത്ത്. ആക്സിഡന്റലി നമുക്ക് ഏകദേശം പി ഡി കണ്ടപ്പോൾ പി ഡിക്കാര് ഷെയർ ചെയ്ത ന്യൂസാണ്. ആൻഡ് വൺ മിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, മൈനർ സൂര്യബോസ് ചന്ദ്രന്റെ മോനാണ് മിസ്റ്റർ എക്സ്. സൂര്യബോസ് ഗണ്ടിയിൽ നടത്തുന്നുള്ള ന്യൂസ് വന്നത്. ന്യൂസ് അല്ല, വൺ ഓഫ് പിള്ളേരല്ല മിസ്റ്റർ എക്സ്, കളിത്തോക്കല്ലായിരിക്കും. ഇല്ല, അങ്ങനെ അവനെ ചാൻസ് ഉള്ളൂ മിസ്റ്റർ എക്സ്. കാരണം അവന് ഈ കുഞ്ഞ് ടോയ്സ് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ അത് വെച്ചിട്ട് കളിക്കുന്ന ആളുടെ ഹോബി. ഇനി അതുമല്ല ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. അല്ലാണ്ട് മറ്റേ കണ്ണെടുക്കുള്ള ആരോഗ്യം പോലും അവന്റെ വയസ്സ് ഇല്ല. അവന്റെ അത്ര ഉണ്ട് നമ്മുടെ ഒരു AR.
വെച്ച് പുള്ളി നോക്കുവാണെങ്കിൽ പറഞ്ഞത് സെറ്റ് ആക്കി കൊടുക്കാന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ മിസ്റ്റർ എക്സ്, ഞാൻ കേജിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. കേജ് ഇപ്പൊ വരാറില്ല. ഇല്ല കേജില്ല. കേജ് ഞങ്ങളായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നു ആക്ച്വലി. നമ്മുടെ ഈ കാഷ്യൂനട്ട് ഫാക്ടറിയുടെ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അതൊരു 2-3 months മുമ്പ് നമ്മൾ വലിയ ഇതായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം കേജ് എനിക്ക് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കേജിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ മാനേജ് ഇത് ഒരു രീതിയിലായിട്ട് വെച്ചിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് നമ്മൾ കേജിനെ കൊണ്ടുവന്ന് ഫാക്ടറി കാണിച്ച സമയത്ത് കൂടുതലും മാൻ പവറിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേജിൻ്റെ നിങ്ങളെപ്പോലെ മിസ്റ്റർ എക്സിനെ പോലെ വലിയ ആൾക്കാരോടൊക്കെ കൂടെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാർജ് സ്കെയിലും ക്വാളിറ്റിയിലും പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ കേജ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തായിരുന്നു ഓൾറെഡി ഒരു ചൈനയിൽ പോയി അഡ്വാൻസ് മെഷീനറീസ് എല്ലാം എടുക്കണമെന്ന്. അപ്പോൾ ഞാനും ചന്ദ്രനും കൂടെ പോയത്. അപ്പോൾ ഞങ്ങൾ പോയി മെഷീനറീസ് എല്ലാം വാങ്ങിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സിറ്റിയിൽ കാണുന്നത് പോലെ തന്നത്തെ നമുക്ക് നിങ്ങൾ തരുന്ന AR ഒക്കെ പോലെ തന്നെ സാമ്യമുള്ള ടോയ്സ് ഞങ്ങൾ ചൈനയിൽ നിന്ന് കുറേ മേടിച്ച് സൂര്യബോസിനും ഇവിടുത്തെ കുറച്ച് പിള്ളേർ സെറ്റുകാർക്കെല്ലാം കൊടുത്തായിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ഗൺസ് വെടിവെച്ചാൽ വെള്ളം മാത്രമേ ചീറ്റത്തുള്ളൂ. പിന്നെ എന്നാ എനിക്ക് ഗണ്ണുള്ള വേറൊരു കാര്യം മനസ്സിലായിരിക്കും. പറയാം. ഒരു മിനിറ്റ് എന്താ വസു, ഒരു ഗോഡ് ഫാദർ ആവാൻ താല്പര്യമുണ്ടോ? എന്തിന്റെ ഗോഡ് ഫാദർ? അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിറ്റിയിലോട്ട് 5-10 പിള്ളേർ ഒരുമിച്ചോടെ വന്നിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് സൂര്യബോസ്. ഓക്കെ, അവർക്ക് ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം. അവരുടെ കാര്യം നോക്കാൻ ആളില്ല, ഞങ്ങൾ അയച്ചെടുക്കുമെന്ന് വെച്ചിട്ട്. എന്തായാലും ഗണ്ണൊക്കെ മേടിച്ചെടുത്ത് ഒരു ഗോഡ് ഫാദർ നോക്കുന്നുണ്ടോ? അയ്യോ മിസ്റ്റർ എക്സ്, എനിക്കാണെങ്കിൽ ഇവരുടെ ലീഡറായിട്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മിസ്റ്റർ എക്സെ. ഞങ്ങളുടെ ഗോഡ് ഫാദർ ഈ സിറ്റിയിലോട്ട് തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല, വല്ലപ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഗോഡ് ഫാദർ ഒരു കൂട്ടം ഓഫ് ആൾക്കാരെ കൂടെ നോക്കാൻ വയ്യ. തോക്കൊക്കെ മേടിച്ചു കൊടുത്ത് അത് പിള്ളേരല്ലേ മിസ്റ്റർ എക്സ്, വിളിച്ച് അവർക്ക് ഓരോ ഫാന്റസികൾ ഉണ്ടാവില്ലേ. നമുക്ക് ഈ ഇതൊക്കെ കാണുമ്പോൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഈ കടയിലൊക്കെ കാണുന്ന തോക്കും ഇതൊക്കെ മേടിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ കുറേ നാളായിട്ട് തോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി മിസ്റ്റർ എക്സ്. ചന്ദ്രൻ്റെ മോൻ മിസ്റ്റർ എക്സ് തന്നെ ആലോചിച്ച് നോക്കി. ഈ ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഗണ്ണെടുത്ത് ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഫാമിലിയുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടക്കുന്നു. ഇതെല്ലാം കണ്ടു വളരുന്ന മോൻ ഒബ്വിയസ്ലി അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. എന്ന് കരുതി ഒരു കൊച്ചിനെ നമുക്ക് നമ്മുടെ റിയൽ ഗണ്ണെടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ? അതില്ല. ഞാൻ അതുകൊണ്ട് അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചൈനയിൽ പോയ സമയത്ത് ഞങ്ങളത് കണ്ടതാണ്. വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ എക്സ്, ഞാൻ കാര്യം പറയാം. കുഞ്ഞു പിള്ളേരല്ലേ, എനിക്ക് തോന്നുന്നു മേ ബി അതൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു അവനൊരു ഗ്യാങ്ങിലെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്, മൾട്ടിപ്പിൾ ഗാങ്സ് ആയിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ മീൻസ് ഇപ്പൊ അറിയാലോ ഈ ഗാങ്സ് എടുത്തിട്ട് കൊടുക്കുന്നുള്ള ഈ എന്തായാലും അവനൊരു മുട്ടായി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്നെ വേണമെങ്കിൽ എന്നെ കൊല്ലും. സത്യം സത്യമായിട്ട് സൂര്യബോസിന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നോക്കണം. അത് വളരെ ചെറിയ ഒരു ചെക്കനാണ്, അവൻ ഭയങ്കര ഒരു ഇമ്മച്ചുടെ. പക്ഷെ അത്രയും ചെറിയൊരു പയ്യൻ സിറ്റിയിൽ ഗൺ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. പീഡി അവരുടെ അവന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു OG ഗണ്ണൊന്നും പീഡിക്ക് കിട്ടിയിട്ടില്ല. പീഡിയിലെ ഭരത്ചന്ദ്രൻ സാറ് ലോക്കൽ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചായിരുന്നു. കാരണം ചന്ദ്രൻ ഇവിടെ പളനി പോയിരിക്കുമായിരുന്നു. അപ്പോൾ ചന്ദ്രനും വൈഫും പളനി പോയ സമയത്ത് അവനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ എന്നെയാണ് പീഡിയിൽ വിളിച്ച സമയത്ത് ഭരത്ചന്ദ്രൻ സാർ പറഞ്ഞ സെയിം കാര്യം എൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്ത് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചപ്പോഴും ഭരത്ചന്ദ്രൻ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗണ്ണായിട്ട് പിടിച്ചില്ല, നമുക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ സൂര്യബോസിന്റെ കയ്യിൽ നിന്ന് ഗണ്ണെന്നുള്ളൊരു സാധനമില്ല. ഈ പിള്ളേരുടെയൊക്കെ കയ്യിൽ ആരെങ്കിലും ഇത് കൊടുക്കുമോ സാറേ? അല്ലല്ല, അതെന്താ കോള് കഴിയുന്നേക്കാളും മുന്നേ കുട്ടിയുടെ വായിന്ന് വന്ന് പെരുമ്മ അവർക്ക് 2 ഗണ്ണ് ഇതാ കേട്ടേ, അങ്ങനെയാണ് വന്നേ. പെരിയമ്മ എന്ന് പറയുന്നത് ശരി അല്ല, ഇത് ഗേൾഫ്രണ്ട് അല്ല, എന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. ഞങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയതാ. കാരണം ചന്ദ്രന്റെ മോൻ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാനും അവളും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എപ്പോഴും ചന്ദ്രന്റെ മോൻ ഒരു സ്പേസ് ഞങ്ങളുടെയൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങളൊരു മോനെ പോലെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെരിയമ്മ എന്ന് അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി അവൻ. അപ്പം ഞങ്ങൾ ബ്രേക്കപ്പ് ആയപ്പോഴും പയ്യന് മെൻ്റലി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഞങ്ങൾ പെരിയപ്പ അല്ല ഇപ്പം അല്ല അവൾ പെരിയമ്മ അല്ല എന്നുള്ളത് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിൽ അതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടിയെ പെരിയമ്മ എന്നാണ് അവൻ സൂര്യബോസ് വിളിക്കണത്.
ഇവരിടയ്ക്ക് കിടന്നാ വളർന്ന് അതിനുശേഷം പെരിയപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഓർമ്മ ഉണ്ടോ? പിന്നെ ഇങ്ങനെ മറക്കാൻ പറ്റും. മേ ബി ഇനിയിപ്പോ പുള്ളിക്കാരൻ ഗണ്ടീലല്ലോ ഈ സൂര്യബോസിനെ വെച്ച് ഗണ്ടിയിൽ ചെയ്യുന്ന ആൾക്കാർ ഇനി വാസുവിനെ ലൈക്ക് ഇതിൽ ഫ്രെയിം ചെയ്യുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല സൂര്യബോസിന്റെ വെച്ച് ഗണ്ടിയിൽ ചെയ്യുമെന്ന്. കാരണം ഓൾറെഡി അവന്റെ അച്ഛന് പോലും അത് ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിയും ഇതും ഇല്ലാത്തൊരു കൂട്ടത്തില. അപ്പൊ പിന്നെ മോനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ എക്സ് അത്.